ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ച കേൾക്കി അലഞ്ച അക്കാദമിക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് പ്ലസ് ടു സോഷ്യോളജി അധ്യായം 3 ക്യാപ്ഷനോട്ട്മയാണ്. അധ്യായം 3 സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും. ജാതിയും ജാതി വ്യവസ്ഥയും. ജാതി ആദ്യകാലങ്ങളിൽ ഇന്ത്യയിലെ പുരാതനമായ സാമൂഹിക സ്ഥാപനമാണ് ജാതി. ഇന്ത്യൻ സമൂഹത്തിന്റെ മാത്രം പ്രത്യേകതയാണത്. കാസ്റ്റ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് കാസ്റ്റ് ഉത്ഭവിച്ചത്. ശുദ്ധ ഇനം എന്നാണ് ഇതിനർത്ഥം. ജാതി വ്യവസ്ഥ ഉത്ഭവിച്ചത് വർണ്ണവ്യവസ്ഥയിൽ നിന്നാണ്. വർണ്ണവ്യവസ്ഥയിൽ 4 ജാതികളായി ഉണ്ടായിരുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. സവിശേഷതകൾ: ജന്മം കൊണ്ട് നിർണയിക്കപ്പെടുന്നു. സ്വഗണ വിവാഹം, ആഹാരം പങ്കുവെക്കൽ എന്നിവയിലുള്ള നിയന്ത്രണങ്ങൾ. ഉയർന്ന താഴ്ന്ന പദവി നൽകിയുള്ള ശ്രേണീകരണം. ഓരോ ജാതിക്കും ഉപജാതികൾ ഉണ്ടായിരിക്കും. കുലത്തൊഴിൽ. ജാതി 2 വ്യത്യസ്ത ആശയങ്ങളുടെ സങ്കലനമാണ്. മറ്റ് ജാതികളിൽ നിന്നുള്ള വ്യത്യാസവും വേറിടലും. എല്ലാ ജാതിയും ഒരുപോലെ പ്രാധാന്യമുള്ളതല്ല. മൊത്തം സമൂഹത്തിന്റെ ഒരു ഭാഗം അധികാര ശ്രേണി. എല്ലാ ജാതിക്കും ഒരു പ്രത്യേക പദവി ഉണ്ട്. ഒരു ജാതി മറ്റു ജാതിയെ അപേക്ഷിച്ച് പദവി കുറഞ്ഞതോ കൂടിയതോ ആവാം. ശുദ്ധജാതിക്ക് സമൂഹത്തിൽ ഉയർന്ന പദവി ഉണ്ടായിരുന്നു. അയ്യങ്കാളി. ജാതി വിവേചനത്തിനെതിരെ അദ്ദേഹം പോരാടി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ദളിതർക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചു. ദളിതർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. ജ്യോതിറാവു ഫുലെ ജാതി വ്യവസ്ഥയെ തള്ളിപ്പറഞ്ഞു. ശുദ്ധ അശുദ്ധത്തെ എതിർത്തു. താഴ്ന്ന ജാതിക്കാരുടെ നീതിക്കും മനുഷ്യാവകാശത്തിനു വേണ്ടി പോരാടി. സത്യശോധ സമാജം സ്ഥാപിച്ചു. സാവിത്രിബായ് ഫുലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പൂനെയിലെ ആദ്യ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ശൂദ്ര വിഭാഗക്കാരുടെ വിദ്യാഭ്യാസത്തിനായി പ്രയത്നിച്ചു. ശൂദ്രർക്ക് വേണ്ടി രാത്രി സ്കൂളുകൾ ആരംഭിച്ചു. കോളനിവൽക്കരണവും ജാതിയും. കോളനിവൽക്കരണ കാലത്ത് ജാതിക്ക് വലിയ മാറ്റം സംഭവിച്ചു. 1901 ഹെൽബർട്ട് റസ്ലിയുടെ നേതൃത്വത്തിൽ ജാതി സെൻസസ് നടന്നു. ജാതിയുടെ സാമൂഹ്യ ശ്രേണി അടിസ്ഥാനമാക്കി മുൻഗണനാ ക്രമത്തിൽ പദവി നിർണയിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഉന്നത ജാതികളുടെ പരമ്പരാഗതമായ അവകാശങ്ങൾക്ക് നിയമപരമായ അംഗീകാരമേകി. ഇതവരെ ഭൂ ഉടമകളാക്കി. 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നതിന് കാരണമായി. പെരിയാർ യുവ രാമസ്വാമി നായ്ക്കർ. ദക്ഷിണേന്ത്യയിലെ കീഴ്ജാതി പ്രസ്ഥാനങ്ങളുടെ നേതാവ്. എല്ലാ മനുഷ്യരും തുല്യരാണ്. സമത്വവും സ്വാതന്ത്ര്യവും ജന്മാവകാശമാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന് രൂപം നൽകി. താങ്ക് യു.